മഴ നല്ല തകർത്ത് ആയിട്ടുണ്ട്. നമ്മളിച്ചിരി ലാസ്റ്റ് തീ ഓഫാക്കി കഴിഞ്ഞിട്ട് 2-3 ഇച്ചിരി എന്ന് വെച്ചാൽ കരിയാപ്പിലയുടെ രുചി പറയാമല്ലോ, ഏത് കറിക്കായാലും നമ്മൾ കരിയാപ്പില ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. കരിയാപ്പില ഇട്ട് ഒരു ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ തൂക്കിയിട്ട് അടച്ച് വെക്കുക. അതിന് ശേഷം കപ്പയെല്ലാം അരിഞ്ഞ് വെച്ച് കഴുകി റെഡിയാക്കി എടുക്കുകയാണ്. കപ്പ അടുപ്പത്ത് വെച്ച് തിളയ്ക്കുന്ന സമയത്തേക്ക് നമുക്ക് കപ്പയ്ക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടി തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം, പച്ചമുളക്, വെളുത്തുള്ളി, കരിയാപ്പില ഇത്രയും എടുത്തിട്ട് ഇതിൻ്റെ അരപ്പെല്ലാം നല്ലപോലെ അരച്ച് ചേർക്കുമ്പോഴത്തേക്ക് കപ്പ വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഇതും ചേർത്ത് നല്ലപോലെ ഇളക്കി എടുക്കുക. കപ്പയും മത്തിക്കറി എന്ന് പറഞ്ഞാൽ പറയണ്ടല്ലോ, അപാര ടേസ്റ്റാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. പ്രത്യേകിച്ച് പുറത്ത് നല്ല മഴയും കൂടെ ആകുമ്പോൾ ചൂട് ചോറും കപ്പ വേവിച്ചതും മത്തിക്കറിയും പറയണ്ട. നല്ല ഇളക്കി ശരിക്കുക. എന്നിട്ടും എല്ലാം കഴിഞ്ഞിട്ട് മഴ നല്ല തകൃതിയായി പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു. എന്തായാലും നമ്മുടെ ഇന്നത്തെ ദിവസം ഇങ്ങനെ അങ്ങ് പോയി.